ഒരു ദിവസം ഇവിടെ ഇല്ലെങ്കിൽ ആശാൻ ഇവിടെ കാണിച്ചു കൂട്ടാത്ത മണ്ടത്തൊഴൊന്നുമില്ല. ഇതൊക്കെ ഒന്ന് ശരിയാക്കി ഇരട്ടെ. എന്തൊക്കെ ഒരു വരി ചിട്ടേക്കണ എന്തോ. ദൈവമേ, ചെറുക്കൻ എന്ത് ചെയ്യുന്നേ? എന്തുവാടാ ചെയ്യുന്നേ? ഞാനിവിടെ കിടന്ന് പണിയാണ്. പിന്നെ നീ പണി ചെയ്യുന്നു? എടാ, നിന്റെ അടുത്ത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പു ഇല്ലാണ്ട് ഈ വർഷത്തിനകത്ത് കയറരുത്. അത് പറയാൻ ചേച്ചി ആരാ? ഞാൻ പറഞ്ഞത് ഞാനല്ലാണ്ട് വേറെ ആര് പറയണം? ഇതാണെങ്കിൽ എന്റെ ആശാന്റെ വർഷാപ്പാ. അപ്പം ഞാനാണെങ്കിൽ അത് ആശാൻ പറഞ്ഞാൽ മാത്രമേ എനിക്ക് കേൾക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഞാൻ വെളിയിൽ ഇറങ്ങി നിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിപ്പം ഈ ആശാനെ പറഞ്ഞിട്ട് പോയതൊന്ന് ശരിയാക്കിയിടാൻ. അപ്പൊ ഞാൻ പറഞ്ഞാൽ നീ കേൾക്കൂല? എനിക്ക് കേൾക്കാതിരിക്കാൻ ചെവിക്ക് പ്രശ്നമൊന്നുമില്ല. എടാ, എവിടെന്ന് വരുന്നടാ ഉരുളയ്ക്കുപ്പേര് പോലെ ഈ ഉത്തരം? അതൊക്കെ പോട്ട്. പിന്നെ ചേച്ചി ഇപ്പൊ ഇവിടെ വന്നെന്തിന്? എനിക്ക് ഇവിടെ ഒന്നുകൂടാന്നുണ്ടോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇവിടെ അവിടെ എഴുതി വെച്ചിട്ടില്ല. നീ എന്റെ ഈ കൈ കണ്ടോ? എന്റെ വീട്ടിലെ നിന്നെക്കാട്ടിയും വലിയൊരു ബോക്സിംഗ് ചാമ്പ്യൻ ഉണ്ട്. അവളതേതെ എന്റെ ഈ ഒരു കൈ കൊണ്ടാണ് ഞാൻ ഒതുക്കിയിട്ടുള്ളത്. നിന്നെ ഞാൻ ഈ ഒരു വിരല് മതി കേട്ടോ, വിരല് മതി. എന്റെ ഈ കൈ കണ്ടാ ഞാൻ എപ്പോഴും അധ്വാനിക്കുന്ന ഒരു കൈയാണ്. അത് കൊച്ചൊന്നും വലുതൊന്നൊന്നുമില്ല. ഇതിട്ട് ഒരെണ്ണം തന്നാ ഉണ്ടല്ല ചേച്ചി ദോ അവിടെ പോയി കിടക്കും. ദൈവമേ, ചെറുക്കം വെക്കാറ് എനിക്ക് പണിയാണ്. എന്തോ ആലോചിക്കണേ? അല്ലേ മോനെ, ഇത് ഇങ്ങോട്ട് കൊണ്ടുവച്ചേക്ക്. എടുത്ത പോലെ കൊണ്ടുവച്ചൂടെ? ശരിയായി ചെറുക്കൻ. അയ്യടാ പൊന്നെ. മക്കളെ, ചാനലൊക്കെ എങ്ങനെ പോകുന്നു? വരുമാനമൊക്കെ ഉണ്ടോ? ചാനൽ ഒരു മാസം തള്ളി നീക്കാൻ തന്നെ എന്ത് ചെലവെന്നറിയാവോ? ഓഹോ, കുടുംബത്തിന്റെ പ്രാരാബ്ദം മൊത്തം നിന്റെ തലയിലാണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാ ജീവിക്കാൻ അല്ലേ? എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം. അധ്വാനിക്ക ഭയങ്കരമായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഈ പാട്ട വർക്ക്ഷോപ്പില്. ചേച്ചി ഇവിടെയൊക്കെ വരുമ്പം ചേച്ചി ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയൊക്കെ ഇട്ടൂടെ? ഇവിടെയോ? ഞാൻ എന്നെ ഇവിടെ വേലക്ക് നിർത്തിക്കണ? അല്ല, നമ്മള് നിക്കേണ്ട സ്ഥലം നമ്മളാണല്ലോ സൂക്ഷിക്കേണ്ടത്. ഞാൻ നിക്കുന്നില്ലല്ലോ ഇവിടെ. അല്ല, ചേച്ചിയുടെ അപ്പൂന്റെ വർഷാപ്പല്ലേ? ശരിയാ, നീ അങ്ങ് മാറ്റി വെച്ചിട്ട് എന്നിട്ട് സംസാരിക്കാം. ഇല്ല, ഇതെന്നെ ആയിരിക്കണ എന്നാ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ചെറു പ്രായമല്ലേ, ഇതൊക്കെ എടുത്തങ്ങനെ ശീലിക്കണ്ട. ശരി ശരി, കഴിഞ്ഞു. നീ പൊക്കൂടെ? പോവാ. ചെല്ലി എന്റെ പണി നടക്കട്ടെ കേട്ടോ. ഇവനുള്ള പണി ഞാൻ മിക്കവാറും കൊടുക്കും. മോനെ, ഒന്ന് ഊരി വിക്കരുത് കേട്ടോ. ഇത് ആശ ഊരി വെക്കണത്. അതൊക്കെ ഞാൻ ഒന്ന് ടൈറ്റ് ആക്കി വെക്കണം. പൊക്കൂടെ? പോവാ. ശരി. ദൈവമേ, ആശ ഇത് എന്തോ കാണിച്ചിട്ടേക്കണ? എന്താണെന്ന് സൈലന്റ് ആയിട്ടിരുന്ന് കഴിക്കുന്നു? ശരിക്കും കൊള്ളാമോ? ശരിക്കും കിടില്ല. എനിക്കിന്നൊരു വയ്യാത്ത പോലെ. അതെനിക്ക് തോന്നി ഒരു കിണുങ്ങണ ശബ്ദം. ചൂട് ദോശ ചമ്മന്തി ഒഴിക്കുന്നില്ല? ചമ്മന്തി ഒഴിച്ചു. വയ്യെങ്കിലും രാമന്റെ കൈ കൊണ്ട് വാരി തരുമ്പോൾ ആ ടേസ്റ്റ് ഉണ്ടല്ലോ. അതാണ് എന്റെ പ്യാർ ബരി ദോശ. അതെ, കൈ എഴുതാത്തോണ്ടല്ലയോ ഇത്രയും ടേസ്റ്റ്. ഇതിപ്പോ എവിടെ അവതരിച്ച്? ഞാനിപ്പോ അങ്ങോട്ട് ദുരന്തോ എന്തോ ദൈവം. വന്നതും പണി തുടങ്ങി. അതെ, കുട്ടൻ ഭയങ്കര റൊമാൻസ് ആണല്ലോ രാവിലെ തന്നെ. എനിക്കിത് അങ്ങോട്ട് കണ്ടു നിക്കാൻ പറ്റുന്നില്ല. എന്തോ അത് നിന്റെ പ്രായത്തിന്റെ അല്ല, നമ്മൾ റൊമാൻസ് എന്താണ് കുഴപ്പം? അതുണ്ടല്ലോ, ഈ കരിവാടിന്റെ ചുറ്റും നിൽക്കുന്നവർക്ക് ചിലപ്പോ മാറ്റമായിരിക്കും, പക്ഷെ അത് തിന്നുന്നവർക്ക് നല്ല രുചിയായിരിക്കും. അങ്ങനെ ഉണ്ട്. നല്ല ഊമല്ലേ കരിവാടം? നല്ല ചേട്ടന്റെ മുഖത്തോക്കി കരിവാടെന്ന് വിളിച്ചു. എനിക്കറിയാം, ഇവിടെ അച്ഛനും അമ്മയൊക്കെ എനിക്കറിയാം, പരിചയമുണ്ട്. അതെന്റെ ചേട്ടനല്ലേ? അതെ, എല്ലാം ഒരു കുടുംബമല്ലയോ? എന്തുവാ കഴിഞ്ഞു? നിനക്ക് എന്താണ് ഇന്ന് രാവിലെ ഒരു പ്രത്യേകത? ഒന്നുമില്ല, ചൊറിഞ്ഞിരിക്കുവാണല്ലോ. ചൊറിഞ്ഞിരിക്കുക. എനിക്കറിയാം, നീ ആ ശങ്കരന്റെ ഫ്രണ്ടിലെങ്ങാനും പോയി പെട്ടുകയാണ്, അവൻ കടിച്ചു കാണും. അതാണ് ഇങ്ങനെ. അപ്പച്ചി മനസ്സിലായി? പിന്നെ ഇതിന്റെ ആ ലെവലിന് ചേർന്ന ഇവിടെ ഏക ഒരു വാനര പട പറഞ്ഞ അവനൊരു പടയാണ്, ഒറ്റയ്ക്കാണെങ്കിലും അത് ശങ്കരനാണ്. അതുണ്ടല്ലോ, ആ ചെറുക്കന് എന്നാ ഒരു അഹങ്കാരാന്നറിയോ? എന്ത് പറ്റി?
ഞാൻ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ 10 തിരിച്ചു പറയും. ശ്ശേ, അവൻ ശരിയല്ല. മിക്കവാറും അവൻ എന്റെ കൈക്ക് പണി ഉണ്ടാക്കി വെക്കും. ആ ചെറുക്കനോട് ഒന്ന് പറഞ്ഞു കേട്ടോ, എന്നെ ഒന്ന് സൂക്ഷിക്കാൻ. അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? നീ അവനോട്ട് അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ? പിന്നെ അല്ലാണ്ട് എന്റെ പൊന്നവൻ ശരിയാണ്. ഇത് അറിയാതെ ഞാൻ അവൻ എന്തുമാത്രം കുറ്റം പറഞ്ഞു. പാവം, നീ വേണം ഒന്ന് പ്രോത്സാഹിപ്പിച്ചു ഇവിടെ. പിങ്കി, നീ തന്നെ അത് നേരിട്ട് പോയി പറയുന്നുണ്ട് അവന്റെ അടുത്ത്. അത് പറ്റില്ല. അത് നമ്മുടെ വേഗം ചേർന്നൊരു പരിപാടി. ചേട്ടാ, ഇവളിപ്പോ 10 മിനിറ്റ് മുന്നേ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇവൾക്കൊന്നും ഇങ്ങനെ ഒരു വിശപ്പ്. എനിക്ക് കൊതി വരാൻ പാടില്ല. കൊള്ളാം. നിങ്ങൾ തന്ന ഫുഡിന് കണക്ക് പറയരുത് കേട്ടോ. പിന്നെ ഇത് കണക്ക് പറയല്ല, മാവ് തീർന്ന് സത്യസന്ധമായിട്ട് പറഞ്ഞത്. നീ ഇപ്പൊ കഴിച്ചല്ലേ ഉള്ളൂ. എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇതെവിടെ നീ ഡയലോഗ് പഠിച്ചോണ്ടൊന്ന് കണക്ക് പറയാണ്? അയ്യേ, ചീഞ്ഞത് നിനക്ക് മനസ്സിലായി കാണൂല്ലേ? ഇവളെ ഈയിടെയായിട്ട് ഭയങ്കര സിനിമ അടക്കം കൂടുതലാണ്. ഇതൊക്കെ സിനിമ ഡയലോഗാണ് ഈ തട്ടി വിടണത്. ഒരു ദോശ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഷെയർ ചെയ്ത് കഴിക്കുന്ന. വേണ്ട, അല്ലെങ്കിൽ ഞാൻ വേറെ മാവ് മക്കളെ സ്നേഹം വേറെ ഒരു കാര്യം ചെയ്യാൻ വേണ്ട, വേറൊരു മാവ് വാങ്ങിച്ചോണ്ട് ഒരു ചുട്ടു കൊടുക്കാം. രാവിലെ എങ്ങനെ ചിന്നു എനിക്ക് ഇങ്ങനെ ഓരോ മുട്ടി കൊട്ടേഷൻ? പിന്നെ വിശക്കണം എന്ന് പറയുമ്പോ പിന്നല്ലാതെ എനിക്കത് കഴിച്ചാൽ ദഹിക്കൂല. എനിക്ക് ഇങ്ങനെ അരച്ചുണ്ടാക്കണ മാവേനോ. എനിക്ക് ഇവിടെ വിശന്നിരുന്നാ മതി കേട്ടോ. പിന്നെ ഉണ്ടാക്കി തരാന്ന് വിചാരിക്കുമ്പോ പിന്നെ ഞാൻ ഇവിടെ നിന്ന് മാവ് ആട്ടി എടുത്ത് നീ ഇപ്പൊ ഉണ്ടാക്കി തന്നു. എന്റെ അമ്മ ഉണ്ടായിരുന്ന ഇങ്ങനൊന്നും എന്റെ അടുത്ത് പറയൂലേ. അമ്മ എവിടെ പോയാ? നീ അല്ലേ ഇവിടെ നിൽക്കുന്നത്? നീ തിരിച്ചു പോ. ഇറക്കി വിടാനും തുടങ്ങി. ഈ വീട്ടിൽ തന്നെ ഇറക്കി വിടാനും തുടങ്ങി. എന്റെ വീട്ടിൽ നിങ്ങൾ വന്ന് കയറുമ്പോ ഞാൻ ഇതുവരെ ഇങ്ങനെ ഒന്നും പറഞ്ഞു. മോൻ നോക്കട്ടെ. അയ്യോ, നിനക്ക് വിശക്കണം. വിശക്കൂലേ? നീ ഇൻസ്റ്റന്റ് മാവില് കഴിക്കൂ. അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങ് ബുദ്ധിമുട്ടിക്കാൻ ഞാൻ പോണം കേട്ടോ. അപ്പച്ചി എന്തോ അപ്പച്ചൊന്നുമില്ല, നീ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തരാം. വാ, മുടയൊക്കെ വിട്ട് വാ. അരച്ച മാവ് വേണോ? ഇത് മതിയാ? കൊള്ളാം. ചെറുതായിട്ടൊന്ന് വേവാം. എന്നെ വിളിച്ച് ഞാൻ പോയിട്ട് വന്ന് ഈ വീട്ടിൽ ഒരു നമ്പർ വെക്കുന്നില്ല പോവാന്. എനിക്ക് ഒരു വിലയില്ല. എന്തെങ്കിലും കാണിച്ചാ പറ്റും. എന്താ നമ്പർ ഒപ്പിക്കും ഇനിയിപ്പം ശ്രദ്ധ പിടിച്ചു പറ്റാൻ.